നമസ്കാരം. എന്തൊക്കെ മേളമായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. വ്യാജ ID കാർഡോ അതെന്നാ സാധനം എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. വ്യാജ മാങ്കൂട്ടമേ എന്നൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചുമ്മാ കുശുമ്പ് കൊണ്ട് വിളിക്കണേ എന്നൊക്കെയായിരുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയല്ലേ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനായത് രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു: തെളിവുണ്ടോ. തെളിവുണ്ട് സതീശ, തെളിവ് പുറത്തു വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടമേ. ക്രൈംബ്രാഞ്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായത് രാഹുൽ മാങ്കൂട്ടം വ്യാജ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണെന്ന് ശരിവെക്കുന്ന ചില തെളിവുകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതായിട്ട് ഇപ്പോ വിവരങ്ങൾ പുറത്തു വരികയാണ്. എങ്ങനെയാണ് അത് നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ID കാർഡുകൾ ആദ്യം ഡൗൺലോഡ് ചെയ്തു. പിന്നീട് അതേ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. ഈ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ ചെയ്തതായാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. ലാപ്ടോപ്പിൽ 8 വ്യാജ കാർഡുകളാണ് നിർമ്മിച്ചത്. വോട്ടിങ്ങിന് ശേഷം 67,158 അപേക്ഷകരെ ഒഴിവാക്കിയതായും കണ്ടെത്തി. കാണക്കാരി പഞ്ചായത്തിലെ 27 പേരുടെ പേരിൽ വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയതായും മലപ്പുറത്ത് 7 പേരുടെ പേരിൽ വ്യാജ കാർഡ് നിർമ്മിച്ചതായും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് ക്രൈംബ്രാഞ്ച് വാറണ്ട് അയച്ചു. വിശദ വിവരങ്ങളൊക്കെ നൽകാത്തതുകൊണ്ടാണ് വാറണ്ട് അയച്ചതെന്ന് കൂടി ഇതിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 4 കേസുകൾ ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ നിർണായകമായിട്ടുള്ള പല വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ ചിലതൊക്കെ പറയേണ്ടതുണ്ട്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ എന്താണ് കൂടുതലായിട്ട് കേൾക്കുന്നത്? മൊത്തം ഒരു വ്യാജമയമാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് അടിച്ചിറക്കി വ്യാജ വോട്ടർമാരെ കോൺഗ്രസ് ചേർക്കുന്നു എന്ന ഒരു ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയാണ് രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായത് എന്ന് തെളിയിക്കുന്ന ശരിവെക്കുന്ന പല വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോ ഈ ഫെനി എന്ന് പറയുന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിലെ പ്രതിയായിട്ടുള്ള ഫെനി പാലക്കാടിലൂടെ തിരിഞ്ഞും കറങ്ങിയും ഒക്കെ നടന്നത് എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട്. അന്ന് ആ ട്രോളി ബാഗിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ആ ട്രോളി ബാഗ് അങ്ങോട്ടേക്ക് എത്തിച്ചത് ഫെനിയാണ് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ ഒരു പ്രതിക്ക് എന്താണ് അവിടെ പണി എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുക തന്നെയാകും പണി എന്ന് അന്നേ തന്നെ നമ്മളും പറഞ്ഞിരുന്നതാണ്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അതായത് വോട്ടർ പട്ടിക എടുക്കുമ്പോൾ പലരുടെയും പേരെടുത്ത് പരിശോധിച്ച് അവരുടെ മേൽവിലാസം തേടി ചെല്ലുമ്പോൾ അങ്ങനെ ഒരാളെ കാണുന്നില്ല, അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്ന വസ്തുതകൾ പുറത്തു വരികയാണല്ലോ. അങ്ങനെ വ്യാജ വോട്ടുകൾ കാര്യമായി ചേർക്കുന്നു, വോട്ടർമാരെ ചേർക്കുന്നു. അങ്ങനെ വ്യാജ വോട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല എന്ന് CPM ഒരു സ്റ്റാൻഡ് സ്വീകരിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ വരുന്ന ആരെങ്കിലുമൊക്കെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം എന്ന മട്ടിലാണ് VD സതീശനും സംഘവും. എന്നാൽ വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്യേണ്ട എന്ന നിലപാട് സതീശനും സംഘവും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് കളക്ടർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോട് ചോദ്യം ചോദിക്കുമ്പോൾ സതീശനൊക്കെ അത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന മറുപടി എന്താണെന്ന് അറിയണ്ടേ? അതായത് ഞങ്ങൾ കാര്യമായിട്ട് പണിയെടുത്തു, ഞങ്ങൾ അതുകൊണ്ട് കുറെ ആൾക്കാരെ അങ്ങ് ചേർത്തു എന്നൊക്കെയാണ് VD സതീശനും സംഘവും പറയുന്നത്. തോൽവിയുടെ വെപ്രാളത്തിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണെങ്കിലും പിടിക്കപ്പെടാതിരിക്കാൻ നോക്കണ്ടേ സതീശ? അല്ലേലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെ ആണല്ലോ. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങൾ ഈ സമയത്ത് പുറത്തു വരുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ വയ്യ കേട്ടോ. പാലക്കാടിലെ UDFന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് യാതൊരു സാധ്യതയും ഇക്കുറി കാണുന്നില്ല എന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരുട്ടടി പോലെ ഇങ്ങനെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചാണ് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനായത് രാഹുൽ മാങ്കൂട്ടം എന്ന വാർത്ത കൂടി പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. കാരണം 2 രാത്രി ഇരുട്ടി വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷനാണേ. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ 20-ാം തീയതി അതിരാവിലെ തന്നെ, അത് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലും വയനാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരു വ്യാജ വാർത്ത EP പേരിൽ അടിച്ചിറക്കിയില്ലേ? EP എഴുതാത്ത ആത്മകഥ ഇപ്പൊ പ്രസിദ്ധീകരിക്കും. അതിൽ സർക്കാരിനെതിരെ, സരിനെതിരെ, അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയൊക്കെ EP ജയരാജൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞൊരു പച്ചക്കള്ളം പ്രചരിപ്പിച്ച വാർത്ത, അതിനേക്കാൾ ഡോസ് കൂടിയ ഒരു ഐറ്റം പ്രതീക്ഷിക്കാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കേട്ടോ.
കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ വി ഡി സതീശൻ ഈ സരിന്റെ വോട്ടും സൗമ്യ സരിന്റെ വോട്ടും വ്യാജ വോട്ടാണ് എന്ന് ഇവർ വ്യാജ വോട്ട് ചേർത്തു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ. അവസാനം ഡോക്ടർ സൗമ്യ സരിൻ പാലക്കാട് എത്തി തെളിവുകൾ നിരത്തി വി ഡി സതീശനെ കരണം പോയിക്കുന്ന രീതിയിൽ വി ഡി സതീശൻ വെറും നുണയനാണെന്ന് തെളിയിക്കുന്ന ആ ഒരു സന്ദർഭമൊക്കെ നമ്മൾ കണ്ടല്ലോ. അതായത് ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് വീടുണ്ടെന്നും വോട്ടുണ്ടെന്നും ഒക്കെ സൗമ്യ സരിൻ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതോടുകൂടി തന്നെ നുണയനാണ് നമ്മുടെ വി ഡി സതീശൻ. ജയിക്കാൻ വേണ്ടി എന്തും പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവെന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. ഇന്നിപ്പോൾ ഒരു രസകരമായിട്ട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നും ഈ വ്യാജ തിരിച്ചറി കാർഡുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി കിടന്നിങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പലതും പറയുകയാണ്. അതിനിടയിൽ ഇന്നും പറയുകയാണ് സരിന് ഈ പറയുന്ന പോലെ ഇവിടെയുള്ള വ്യാജ വോട്ടാണ്. പക്ഷേ സൗമ്യയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല, എനിക്ക് ആ കുട്ടീനോട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാട്ടോ എന്നാണ് പറയുന്നത്. സൗമ്യ നല്ല ഗംഭീരമായിട്ടുള്ള അടിയാണ് കൊടുത്തത്. അത് നന്നായിട്ട് വി ഡി സതീശന് കൊള്ളുകയും ചെയ്തു. അതായത് നിങ്ങൾ ഇലക്ഷനിൽ മത്സരിച്ചു, വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വലിച്ചഴിച്ച് അവരെ വ്യാജന്മാരാക്കാൻ നോക്കരുത് എന്ന രീതിയിൽ സൗമ്യ നല്ല ഗംഭീരമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. എന്തായാലും ഇപ്പോൾ സൗമ്യനെ വലിയ പേടിയാണ്. എന്തായാലും സൗമ്യ സരിനെ കുറിച്ച് നമ്മുടെ വി ഡി സതീശൻ പറയുന്ന ആ പേടിച്ച് പറയുന്ന ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ പത്നിയും വന്ന് എനിക്ക് അവരോട് യാതൊരു വിരോധമില്ല, വേറെ ഒന്നും കൊണ്ടല്ലേ കേട്ടോ. വലിയ രീതിയിൽ ഈ നുണയടി സതീശൻ ഇനിയും ഇമാതിരി വല്ലതൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സൗമ്യ സരിൻ ചിലപ്പോൾ മുഖത്ത് നോക്കി ചോദിച്ചെന്നിരിക്കും. ഇപ്പൊ കുറെ നുണകളൊക്കെ പറഞ്ഞാണല്ലോ വി ഡി സതീശൻ നടക്കുന്നത്. അതായത് BJP പോയിട്ട് സീറ്റ് കിട്ടാത്ത ആളാണ് സരിൻ എന്നൊക്കെ തുടങ്ങി എന്തൊക്കെ പച്ച നുണയാണ് പറഞ്ഞു കിടക്കുന്നത്. സരിന് മുമ്പിൽ പോയി പെടണ്ട. സരിൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ BJPയുടെ സീറ്റൊന്നും ചോദിച്ചൊന്നും പോയിട്ടില്ല. അങ്ങനെ പറഞ്ഞ വി ഡി സതീശനെ എൻ്റെ മുമ്പിൽ കിട്ടിയ ഞാൻ മുഖത്ത് നോക്കിയത് ചോദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വി ഡി സതീശൻ നമ്മുടെ സരിന്റെ മുമ്പിലൂടെ പോകുന്നേ ഇല്ല. കാരണം ഇമാതിരി നുണയൊക്കെ പ്രചരിപ്പിച്ച ആളുകളെയൊക്കെ മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല നിലപാടുള്ള നട്ടലുള്ള ആൾക്കാരൊക്കെ മുഖത്ത് നോക്കി തന്നെ ചോദ്യം ചോദിക്കുന്നത് സതീശന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മുടെ സതീശൻ മുങ്ങിപ്പൊങ്ങി നടക്കുകയാണ്. ഇന്നിപ്പോൾ പാലക്കാടാണെങ്കിൽ നാളെ ചേലക്കര, ഇനിയിപ്പോൾ നാളെ ചേലക്കരയാണെങ്കിൽ അത് കഴിഞ്ഞാൽ തൃശ്ശൂർ, അത് കഴിഞ്ഞാൽ പിന്നെ പറവൂർ, അങ്ങനെ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ് നമ്മുടെ വി ഡി സതീശൻ. എന്തോ ആകട്ടെ, പാലക്കാടിൽ സ്വന്തം സിറ്റിംഗ് സീറ്റ് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് എന്തായാലും വി ഡി സതീശന് വേറെ കുറെയൊക്കെ മനസ്സിലാക്കി കാണണം എന്ന് തന്നെയാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇല്ലാത്ത കുറെ നട്ടാൽ കുരുക്കാത്ത പൊളിഞ്ഞു വീണ ഇടതുപക്ഷത്തിനെതിരെയുള്ള പല ആരോപണങ്ങളും പൊടി തട്ടിക്കൊണ്ട് വി ഡി സതീശൻ ഇന്നും മാധ്യമങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. വി ഡി സതീശൻ നുണകൾ പടച്ചുവിട്ട് സ്ഥിരം പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പാലക്കാടുകാർ പ്രതിരോധിക്കും. പാലക്കാടിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് പോകേണ്ടത് വ്യാജന്മാരല്ല എന്ന് പാലക്കാടുകാർ വോട്ടിലൂടെ നിങ്ങൾക്ക് മറുപടി തന്ന് മനസ്സിലാക്കി തരുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.